ഹലോ. അപ്പം ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് സാധനങ്ങളാണ്. അതായത് എനിക്കിന്നൊരു കൊറിയർ വന്നത് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഓർഡർ ചെയ്ത ഒരു ആപ്പിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഈ ആപ്പിനെ കുറിച്ച് കേട്ടത് കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു റീല് കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ആപ്പിനെ കുറിച്ചിട്ട് അറിഞ്ഞത് കേട്ടോ. ഈ ആപ്പിൻ്റെ പേര് ഡിയോ ഡോപ്പ് എന്നാണ് കേട്ടോ. ഡിയോ ഡോപ്പ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. എനിക്ക് അതിൽ നിന്നാണ് ഈ കൊറിയർ മൊത്തം വന്നിരിക്കുന്നത്. ഇതിലൊരു 11 ഐറ്റംസ് ആണ്. ഞാൻ ചെറിയ 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 സാധനങ്ങളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി എനിക്ക് ആകെ 500 റുപ്പീസേ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഡെലിവറി ആവുകയും ചെയ്തു. ഉള്ളിലുള്ള സാധനങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ള അറിയില്ല. അതെനിക്ക് നിങ്ങളുടെ ഒപ്പം ഞാനും അൺബോക്സ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ അധികവും കിച്ചൺ ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസിനും ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കുറേ സാധനങ്ങൾ നമ്മൾ കാണലുണ്ടല്ലേ. അപ്പം നമ്മൾ അതിൽ കാണുന്ന സാധനങ്ങൾക്കെല്ലാം ഇതിൽ അതിനെക്കാട്ടിലും ഒരുപാട് റേറ്റ് കുറവാണ്. ഇനിയിപ്പോൾ റേറ്റ് കുറഞ്ഞതുകൊണ്ട് ക്വാളിറ്റി കുറവാണോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അവരൊരു ഇതിലൊരു മെസ്സേജൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് കേട്ടോ ഒരു മെസ്സേജ്. Thank you for your order. I packed this box with joy and gratitude. Your support gives me work and helps me earn my livelihood. May this package bring a smile on to your face. With thanks. നമുക്ക് നോക്കാം. ഇതിൽ പേര് എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ഏത് ലാംഗ്വേജാണെന്ന് എനിക്ക് അറിയുന്നില്ല. അത് എനിക്കിത് വായിക്കാൻ കിട്ടുന്നില്ല. ഇതാണ് കേട്ടോ ആ മെസ്സേജ്. ഓക്കെ, അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം. പാക്കേജിംഗ് ഒക്കെ നോർമൽ തന്നെയാണ് കേട്ടോ. ഒരു സാധാരണത്തെ ഒരു മറ്റേ എന്താ പറയുക, ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് പാക്കിങ്. ഇങ്ങനെ എന്താ പറയുക, ഇൻസുലേഷൻ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഒരു നോർമൽ തന്നെയാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ എന്തൊക്കെ ഓർഡർ ചെയ്തെന്നുള്ളത്. എനിക്ക് ഇനിയും അതിന് കുറേ ഐറ്റംസ് ഓർഡർ ചെയ്യണമെന്നുണ്ടായിരുന്നു, കാരണം പ്രൈസ് ചീപ്പായതുകൊണ്ട്. പിന്നെ ഞാൻ അധികം അങ്ങനെ ഒരുപാട് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളും അല്ല. അപ്പോൾ അത് എനിക്ക് അതിനുവേണ്ടി പൈസ അത്ര സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു പർച്ചേസും കൂടെ അത് ശരിക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ മെയിൻ എന്താ വെച്ചാൽ ഞാനിത് യൂസ് ചെയ്യുന്നതിന് മുന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഓരോന്നിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവർ ഇത് ഇൻവോയ്സ് ആണ് കേട്ടോ. നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെ ഇൻവോയ്സ് ആണ്. അപ്പോൾ ആദ്യം ഇതിലിപ്പോൾ എനിക്ക് കാണുന്നത് ഇതൊരു സ്ക്രബ്ബറാണ് കേട്ടോ. സ്ക്രബ്ബർ ആക്ച്വലി ഇത് അവർ അതിൽ കാണിച്ചിട്ട് തന്നെ പാത്രം തേക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ക്രബ്ബറായിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിന് മാത്രമല്ല, നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഇത് സിലിക്കണ്ടതായത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോഡി സ്ക്രബ്ബറായിട്ടും യൂസ് ചെയ്യാം, അല്ല ഡിഷ് വാഷർ സ്ക്രബ്ബായിട്ടും യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഇതാണ് സ്ക്രബ്ബർ. അടുത്തത് ഞാൻ ഓർഡർ ചെയ്ത് ഞാൻ കളറ് ഓർഡർ ചെയ്ത സാധനമല്ല ഇത് വന്നിരിക്കുന്നത്. ഇതൊരു മിനി ഹോട്ട് വാട്ടർ ബാഗാണ് കേട്ടോ. നമുക്ക് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉള്ളത് വലിയ ഹോട്ട് വാട്ടർ ബാഗാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പീരീഡ്സിൻ്റെ പെയിൻ വന്നാലോ അല്ലെങ്കിൽ ബാക്ക് പെയിൻ വന്നാലോ ഒക്കെ ഞങ്ങളെല്ലാം അതിൽ ഫില്ല് ചെയ്തിട്ട് വെള്ളം നിറച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യലുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ വേദനകൾ വരുന്ന സമയത്ത് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിനി ഹോട്ട് വാട്ടർ ബാഗാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. ഞാൻ എല്ലാ റേറ്റും ഞാൻ സൈഡിൽ കൊടുക്കുന്നു. ഇപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ അനിയത്തിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉപയോഗമാവുന്നെങ്കിൽ ആയിക്കോട്ടിച്ചിട്ട് വാങ്ങിയൊരു സാധനമാണ് കേട്ടോ. ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ കളർ ഇതല്ല, എനിക്ക് തോന്നുന്ന കളർ സത്യം പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിലൊരു 3 കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു യെല്ലോയും റെഡുമാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്ന കളർ ഇതാണ് കേട്ടോ. ഇതൊരു സ്പഞ്ചാണ് കേട്ടോ. ഞാൻ വല്ലാതെ മേക്കപ്പ് ചെയ്യുന്ന ആളല്ല. പ്രത്യേകിച്ച് ഞാൻ ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പ്രൈമർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കലില്ല. പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തിനെങ്കിലും വേണമെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കാത്ത കാരണം ഞാൻ സ്പഞ്ചോ അല്ലെങ്കിൽ ബ്രഷസോ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതുവരേക്കും. അപ്പം ഞാൻ വെറുതെ ഇതിൽ സ്ക്രോൾ ചെയ്തപ്പോൾ ഞാനൊരു സ്പഞ്ച് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വാങ്ങി നോക്കിയതാണ് കേട്ടോ. അത് ഞാൻ ബ്ലഷിങ് എന്തെങ്കിലും ഉപയോഗിക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ആവശ്യം വന്നാലോ വെച്ചിട്ട് വാങ്ങിയതാണ്. അടിപൊളിയായിട്ടുണ്ട് സംഭവം. നമുക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയുള്ളത് എന്നുള്ളത് അവസ്ഥ അറിയില്ല. ഞാൻ എന്തായാലും ഉപയോഗിച്ച ശേഷം റിവ്യൂ പറയാം. അടുത്തതൊരു നെയിൽ കട്ടറാണ് കേട്ടോ. ഇത് കിഡ്സിൻ്റെ നെയിൽ കട്ടറാണ്. ഇവിടെ സിങ്കി നഖം വെട്ടാനേ സമ്മതിക്കില്ല. അപ്പോൾ എന്തായാലും വെട്ടണമല്ലോ, വെട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കണ്ട് വാങ്ങിയൊരു നെയിൽ കട്ടറാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഇതാ ഇവിടെ ഒരു ടെഡിയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നോർമൽ അടിപൊളിയുണ്ട് സംഭവം. നമുക്ക് കൊള്ളാം.
അടുത്തത് ഇതൊരു സ്പഞ്ച് തന്നെയാണ് കേട്ടോ. ആക്ച്വലി ഇതും ഡിഷ് വാഷർ സ്പഞ്ചായിട്ടാണ് ഞാൻ കണ്ടത്. ഇത്തിരി ഹാർഡാണ്, നമുക്കിപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുമ്പോൾ അത്ര അങ്ങനെ സ്ട്രോങ് ഹാർഡല്ല, പക്ഷെ ഒരു സോഫ്റ്റ് ഹാർഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ മറ്റേ കുക്കറിൽ എന്തെങ്കിലും കരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീഞ്ചട്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ആവശ്യമായിരുന്നു. ഉപയോഗിച്ച ശേഷം ഞാൻ റിവ്യൂ പറയാം കേട്ടോ. ഇത് ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് വെളുത്തുള്ളി തൊലിക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ആക്ച്വലി ഇത് ഗാർലിക് പീലർ അതിലുണ്ടായിരുന്നു, ഞാനത് ഓർഡർ ചെയ്തില്ല. അടുത്ത ഞാൻ എന്തായാലും അത് ഓർഡർ ചെയ്യും. ഇത് നമ്മൾ വെളുത്തുള്ളി പീൽ ചെയ്ത ശേഷം കട്ട് ചെയ്യില്ലേ ചെറുതായിട്ട്, അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ കട്ടിംഗ് ബോർഡിൽ ഗാർലിക് വെച്ച ശേഷം ഇത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പം അത് നൈസായിട്ട് ഇത് കൂടെ വരും. നമ്മൾ മറ്റേ ഗ്രേറ്റ് ചെയ്യുന്ന സാധനമില്ല, അതേപോലത്തെ ഒരു സാധനം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്മാഷ് ചെയ്യാൻ ഉപയോഗിക്കുക ഈ സാധനം. നല്ലോണം അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് എനിക്ക് തോന്നുന്നു ഗാർലിക് ആയി. അടുത്തത് ഓക്കെ, ഇതൊരു ബ്രഷാണ് കേട്ടോ, ഹെയർ ബ്രഷാണ്. എനിക്കറിയുന്നത് അത്ര വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ളത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ക്വാളിറ്റി ഇതിന് ഒരിക്കലും ഇല്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവുന്നില്ലല്ലോ. ഓക്കെ, സോറി, ഇങ്ങനെയാണ്. ഇതിങ്ങനെ ആയിരുന്നു. ഇത് നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രഷസ് വരും. നമുക്കിത് നല്ലോണം മുടി വേറെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ഇതിലാവും, എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും എപ്പോഴും ബ്രഷിന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ പോകും. ആ മുടി ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിൽക്കുമല്ലോ, അതെടുത്ത് നമുക്ക് കളയാവുന്നതാണ്. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട ഒരു കൗതുകത്തിന് വേണ്ടി ഓർഡർ ചെയ്തൊരു സംഭവമാണ്. കാരണം മുടി എപ്പോഴും ബ്രഷൊക്കെ നമ്മൾ നോക്കി വാങ്ങണം എന്നുള്ള തന്നെയാണ് പറയുക. കാരണം ഇത് കാരണം അല്ലെങ്കിൽ മുടി കൊഴിച്ചിലാണ്, ഇനി ഇത് കാരണം പിന്നെ മുടി പോകണ്ടല്ലോ. അതുകൊണ്ടാണ് ഇതൊരു പേടിയുണ്ട്. ഇത് വെച്ചിട്ട് ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്തേ വലിയ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല, ഓക്കെ ആണിത്. അപ്പം അതിൽ മുടി കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പമായിരിക്കും. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിൽ മുടി വരുമല്ലോ, ഓട്ടോമാറ്റിക്കലി നമുക്ക് എടുത്ത് കളയാവുന്നതാണ് കേട്ടോ. അതാണ് അടുത്തൊരു സാധനം. പിന്നെ ഇത് ഓക്കെ, ഇത് സംഭവം ഇത് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഡാർക്ക് റോസാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്ന സാധനം വളരെ ലൈറ്റ് സാധനമാണ്. കളർ കേട്ടോ, കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുടി നനഞ്ഞു കഴിഞ്ഞ് നമ്മൾ ചിലർ മുടി കെട്ടി വെക്കുന്ന ആൾക്കാരായിരിക്കും, തോർത്ത് വെച്ചിട്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് മുടി നമ്മൾ തോർത്തിയ ശേഷം ഇങ്ങനെ ആക്കിയിട്ട് ഈ മുടി മൊത്തം ഇതിലിങ്ങനെ ചുരുട്ടിയിട്ട് ഇവിടെ കണ്ട ഒരു ബാൻഡ് ഉണ്ട്, ഇത് ഇങ്ങനെ നെറുകിലായിട്ട് വരും, നമ്മുടെ ഈ സൈഡായിട്ട് വരും. എന്നിട്ട് ഇതിനെ അതിലിങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പം നമുക്ക് മുടി, ഞാൻ അധികം മുടി അങ്ങനെ കുളി കഴിഞ്ഞിട്ട് അങ്ങനെ കെട്ടി വെക്കുന്ന ആളല്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയും എൻ്റെ അനിയത്തിയൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞാനിത് എൻ്റെ അനിയത്തിക്ക് വേണ്ടി വാങ്ങിയതാണ് ഞാൻ. അപ്പോൾ അവളിത് യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ ശേഷം നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് ഓക്കെ, ഇതിൻ്റെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക, എഗ്ഗ്, നമ്മൾ ഈ മുട്ടക്ക് കലക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. ഇതാണ് ആ സാധനം. എന്താ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ, ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാറ്ററി ഇടണം, എങ്ങനെയാണ്? ഓക്കെ, ബാറ്ററി ഇടണം. ഇതിൽ ബാറ്ററി ഇടണം. ആക്ച്വലി ഇതിൽ ബാറ്ററി ഇട്ട ശേഷം നമുക്ക് ഉപയോഗിക്കണം. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അത് ബാറ്ററി ഇടേണ്ട സാധനമാണ്. ഞാൻ ഇലക്ട്രിക് ആണെന്നാണ് വിചാരിച്ചത്. ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ തിരിയും തോന്നുന്നു കേട്ടോ. ഇത് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ മുട്ട കലക്കാനൊക്കെ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ആക്ച്വലി ഇത് ഞാൻ മുട്ട കലക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത് ഞാൻ വാങ്ങിയത്. പക്ഷേ ഇപ്പോഴാണ് എൻ്റെ അനിയത്തി എനിക്ക് ഇൻഫർമേഷൻ തന്നത്, ഇത് നമുക്ക് കോൾഡ് കോഫി മേക്കറിനും ഉപയോഗിക്കാമെന്നുള്ളത്. അത് അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. സംഭവം ശരിയാട്ടോ, ഞാൻ ഇപ്പോഴാണ് ഇതിൻ്റെ ഇത് നോക്കിയത്. ഇതിൽ കുറേ സംഭവങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ എഴുതിയിട്ടുണ്ട്. കാപ്പിച്ചിനോ, മിൽക്ക് ഷേക്ക്, ലോങ് ഡ്രിങ്ക്സ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ എഴുതിയിട്ടുണ്ട്. സാലഡ് ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓംലെറ്റിന്, എല്ലാത്തിനും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാറ്ററി ഇട്ട ശേഷം എന്താണ് ഉപയോഗം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അടുത്തത് ഞാനൊരു ഓയിൽ ഡിസ്പെൻസർ ആണ് കേട്ടോ. ഓയിൽ ഡിസ്പെൻസർ അല്ല, സോറി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ദോശക്കല്ലിൽ നമ്മൾ ഈ ഒരു ദോശ ഇട്ടിട്ട് അടുത്ത ദോശ ചുടുന്നതിന് മുന്നേ നമ്മൾ എണ്ണ മുക്കിയിട്ട് ചെയ്യും. ചിലർ ഉള്ളിയും കൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ട്. ഞങ്ങളൊക്കെ ഇവിടെ തുണിയാണ്. ഇപ്പം ബ്രഷിലേക്ക് മാറി. പക്ഷെ ഞാൻ ഈ ഒരു സാധനം കണ്ടപ്പോൾ കൊള്ളാലോ എന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്തൊരു സംഭവമാണ് കേട്ടോ. ഇതാണ് ആ സംഭവം. ഇത് കണ്ടോ, ഇതാണിത്.
ഈ ബ്രഷ് നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ ഇടാം, എന്നിട്ട് ഇതിങ്ങനെ അടച്ചു വെക്കാം. എന്നിട്ട് വേണ്ടപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഒഴിച്ച് വെക്കുന്ന ഇന്ന് ആദ്യം ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് ആ ബൗളിൽ നിന്നാണ് നമ്മളിത് ചെയ്യലുള്ളത്. ബൗൾ കഴുകി വെക്കണം, ആ ഒരു തുണി ഇതാക്കണം, അല്ലെങ്കിൽ ബ്രഷ് ഇതാക്കണം, ഭയങ്കര പണിയാണ്. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഓർഡർ ചെയ്ത സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സാധനം ഞാൻ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്ന് എന്തായാലും ഓർഡർ ചെയ്യും. അടിപൊളിയാണ് ഈ സാധനം. ഇത് നമുക്കിങ്ങനെ ഇതാക്കിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കൊള്ളാം. ഇനി ലാസ്റ്റ് ഐറ്റാണ് കേട്ടോ. ഇത് ഇത്ര ഐറ്റംസ് ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കൊരു സങ്കടം. ഞാൻ എന്തായാലും ഈ സംഭവത്തിന് ഞാൻ റീപർച്ചേസ് അല്ല, സോറി, ഇനിയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടപ്പെട്ടു. ഈ ഒരു വിലയ്ക്ക് ഇതെല്ലാം ഓക്കെയാണ്. ക്വാളിറ്റി എത്രമാത്രം ഉണ്ടാവുന്നത്. ഈ നെയിൽ കട്ടർ, ഗാർലിക് പീലറൊക്കെ ഈ പറയുന്ന പോലെ നമുക്ക് കുഴപ്പമില്ലാത്ത സംഭവങ്ങളാണ്. പക്ഷെ അല്ലാത്ത സാധനങ്ങൾക്ക് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇതൊരു ഓയിൽ ആക്കി വെക്കുന്നൊരു സംഭവം തന്നെയാണ്. ഈ പ്ലാസ്റ്റിക് ഒന്നും വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ. അതിങ്ങനെ പ്രസ് ആവുന്നുണ്ട് ആക്ച്വലി. പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ യൂസിന് ഇത് ഓക്കെ ആവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടപ്പ് ഇങ്ങനെയാണ്. ഇതിനൊന്നും വലിയ റേറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഇത്ര ക്വാളിറ്റി. ഇത് കണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒഴിക്കാവുന്നതേ ഉള്ളൂ. ഇത് അതേപോലെ അടച്ചും വെക്കാം. ഇങ്ങനെയാണ് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കാം. ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ മതി. കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം. പക്ഷെ ഇത് വലിയ ക്വാളിറ്റി ഇല്ല. ഈ സാധനം വലിയ അങ്ങോട്ട് ബലമില്ലാത്ത സാധനം തന്നെയാണ്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. ഇത് ഞാൻ വാങ്ങിയത് എത്ര മില്ലിയുടെയാണ് ഞാൻ വാങ്ങിയത്? 1 ലിറ്ററിൻ്റെ കേട്ടോ ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ വേറെയും കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്ത ബോക്സിലാക്കി ഇത്ര സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തുള്ളൂ. ഇതെല്ലാം കൂടെ സത്യമായിട്ട് എനിക്ക് 500 രൂപ ആയിട്ടുള്ളൂ. പ്ലസ് GST. ഡെലിവറി ചാർജ് ഉണ്ടോ ഇല്ലയോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുക്കാം കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇത് ഇത്രയും സാധനങ്ങൾ എനിക്ക് കിട്ടിയത് കുഴപ്പമില്ല എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. എന്തായാലും ഉപയോഗിച്ച് നോക്കിയ ശേഷം ഞാൻ റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ.